ഹലോ, ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പൂജ ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു 1 to 5. സോ ഞാൻ നാട്ടിലെത്തി. അപ്പം ആര്യശാലയിൽ നമ്മുടെ കുമാരകോവിലിൽ നിന്നുള്ള മുരുകനും കുണ്ടണി മങ്കയും എല്ലാവരും വന്നിട്ടുണ്ട്. അതൊക്കെ അച്ഛൻ എനിക്ക് കാണിച്ചു തരുമായിരുന്നു. അതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ പൂജ വെച്ചിട്ടുണ്ട്. ദേവിക്ക് ചാർത്താൻ പൂവൊക്കെ അച്ഛൻ വാങ്ങി. പൂജ ആയതുകൊണ്ട് തന്നെ വഴിയുടെ 2 സൈഡിലായിട്ട് കൊലുവിന് വേണ്ട കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ വീട്ടിലെത്തി. വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ തന്നെ പൂജയ്ക്ക് എല്ലാം അച്ഛനും അമ്മയും കൂടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഐശ്വര്യമായിരുന്നു അത് കാണാൻ. അമ്മ പൂജയ്ക്കെല്ലാം ഒരുക്കിയിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം തൊട്ട് എനിക്കിത് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹമായിരുന്നു. എല്ലാ തവണയും ഞങ്ങൾ ഇങ്ങനെ ബൊമ്മക്കൊലുമൊക്കെ വെക്കാറുണ്ട്. സോ എപ്പോഴും പൂജ ചെയ്യാറ് അച്ഛനാണ്. രാവിലെയും വൈകിട്ടുമാണ് ഞങ്ങൾ പൂജ ചെയ്യാറ്. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച പൂവെല്ലാം കൊലുവിനും ദേവിക്കും എല്ലാം ചാർത്താണ് അച്ഛൻ. പഴയ പൂവെല്ലാം അച്ഛൻ മാറ്റിയിട്ട് പുതിയ പൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആക്ച്വലി അമ്മയാണ് മെയിനായിട്ടും ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കാറ്. എപ്പോഴും എന്തൊരു ഫങ്ഷൻ വന്നാലും അമ്മ ഇങ്ങനെ എല്ലാം നല്ല വൃത്തിയായിട്ട് ഒരുക്കിയൊക്കെ വയ്ക്കും. അച്ഛനും അതേപോലെ തന്നെ പൂജയെല്ലാം അച്ഛന് മസ്റ്റായിട്ട് ചെയ്യണം. അച്ഛനും അത് മുടങ്ങാണ്ട് നല്ല വൃത്തിയായിട്ട് ചെയ്യാറുണ്ട്. അച്ഛൻ ഈ പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വെളിയിലേക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അമ്മയ്ക്കും എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. അതിനുശേഷം ഈസ്റ്റ് ഫോർട്ടിൽ പോയിട്ട് ബൊമ്മക്കൊലുമൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകണം. പിന്നെ ഞാനും പ്രാർത്ഥിച്ചു. നേരെ റെഡിയായിട്ട് ഞങ്ങൾ ഈസ്റ്റ് ഫോർട്ടിലേക്ക് പോവാണ്. അനന്തങ്കാട് വഴിയാണ് ഞങ്ങൾ പോകുന്നത്. അനന്തങ്കാട് അമ്പലത്തിൻ്റെ ആ വഴി കൂടെ. എൻ്റെ അമ്മ പണ്ട് ഈ വഴി കൂടെ ആയിരുന്നു സ്കൂളിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കും ഈ വഴി ഭയങ്കര ഇഷ്ടമാണ്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള വഴിയാണ്. ഈസ്റ്റ് ഫോർട്ടിൽ ചെന്ന പാടെ എന്നെ അമ്മ അട്രാക്റ്റ് ചെയ്തത് ഈ ഒരു സെക്ഷനാണ്. ഈ കമ്മലും മാലയൊക്കെ കണ്ടാൽ ഞാനും അമ്മയും വിടാറേ ഇല്ല. അങ്ങനെ ഞങ്ങളുടെ ചെറിയൊരു ഷോപ്പിങ്ങിന് ശേഷം ബൊമ്മക്കൊലു എല്ലാം കാണാൻ വേണ്ടിയിട്ട് പോയി. അച്ഛനും അമ്മയും ഓൾറെഡി ഇവിടെ നിന്ന് ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യാറ്. എൻ്റെ പ്രീവിയസ് വ്ളോഗ്സിലും ഒക്കെ ഞാനിതിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ടു. ഭയങ്കര ഭംഗിയായിരുന്നു. അതിനുശേഷം നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും പൂജയ്ക്ക് വേണ്ട പ്രസാദം എല്ലാം അമ്മ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പായസവും ചുണ്ടലും പിന്നെ പൊരി കൊണ്ടുള്ള പ്രസാദം ഇല്ല, അതുമാണ് അമ്മ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് പൂജയ്ക്കുള്ള പ്രസാദം കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അമ്മ ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇത്തവണ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അമ്മയുടെ പായസം എല്ലാം. അതിനുശേഷം അച്ഛൻ ഒരു പൂജയും കൂടെ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ നേരെ പൂജ ഇളക്കുകയാണ് ചെയ്തത്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഈ വർഷത്തെ പൂജ. നിങ്ങൾക്കിത് ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ ബൈ.